യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 60-ാം അധ്യായത്തിന്റെ 21-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ വിലാപത്തിന്റെ നാളുകൾ അവസാനിക്കും. കരമേറ്റി പിടിച്ചു പറഞ്ഞേ, നിന്റെ വിലാപത്തിന്റെ നാളുകൾ അവസാനിക്കും. നിന്റെ വിലാപത്തിന്റെ നാളുകൾ അവസാനിക്കും. ഇത് വലിയ ഒരു വാഗ്ദത്തമാണ്. നിന്റെ കണ്ണുനീര്, നിന്റെ സഹനങ്ങള്, നിന്റെ രോഗങ്ങള്, നിന്റെ തകർച്ചകള് എന്തുമാവട്ടെ, കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് പോകുക. നിന്റെ വിലാപത്തിന്റെ നാളുകൾ, നിന്റെ കണ്ണുനീരിന്റെ കാലം, അതിന് ഒരു അവസാനമുണ്ട്. സ്വർഗത്തിന്റെ ഒരു ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കാനായിട്ട് പോകുക. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ, നന്നായിട്ട് കരമടിച്ച് ശക്തമായിട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഇപ്പോൾ ഞാൻ തുറവൂർ എന്ന സ്ഥലത്ത് കൺവെൻഷനിലാണ്. വൈകുന്നേരം അവിടെ കൺവെൻഷനാണ്. ഇന്നലെ കർത്താവ് ചെയ്ത വലിയൊരു പ്രവൃത്തി ഞാൻ പങ്കുവയ്ക്കുക. മിനിയാന്ന് കൺവെൻഷൻ കഴിഞ്ഞ് ആളുകൾ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു യുവാവും യുവതിയും, അവർ ദുബൈയിൽ ജോലി ചെയ്യുന്നു. ആ സഹോദരൻ്റെ നട്ടെല്ലില് ഡിസ്കിന് പ്രശ്നമായിട്ട് ഞരമ്പുകൾ കുരുങ്ങിക്കിടന്ന് ആളിന് നടക്കത്തില്ല, ഇരിക്കത്തില്ല, വല്ലാത്തൊരവസ്ഥയിലാണ്. ഭാര്യയ്ക്കും ഡിസ്കുകളൊക്കെ തിന്നിയിരിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 2-3 വർഷമായി, മക്കളില്ല. മിനിയാന്ന് വൈകിട്ട് കൺവെൻഷൻ കഴിഞ്ഞ് എൻ്റെ അടുക്കൽ ഇവരിത് പറഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? 1 വർഷമൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, നാളെ നന്നായിട്ട് ഒന്നൊരുങ്ങി കുമ്പസാരിച്ചു, നാളെ വെയിറ്റ് ചെയ്യാൻ പ്രാർത്ഥിക്കാം. ഇന്നലെ വൈകിട്ട് കൺവെൻഷന് കുർബാനയൊക്കെ കഴിഞ്ഞ് പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിഞ്ഞു. ഞാൻ സ്റ്റേജിലേക്ക് വന്നിട്ട് ആദ്യം ചെയ്തത് അവരോട് സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. അവളെ സഹോദരി കരമേറ്റ് പിടിച്ചു പറഞ്ഞു, ഭർത്താവ് പള്ളിക്ക് ഉള്ളിൽ കിടക്കുകയാണ്. ഓപ്പൺ എയറിലാണ് കൺവെൻഷൻ നടക്കുന്നത്. പള്ളിക്കുള്ളിൽ കിടക്കുകയാണ്, ആളിന് നടക്കത്തില്ല. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞു. ആളിനെ സ്റ്റേജിൽ കൊണ്ടുവന്നു. ഒരു 2 മിനിറ്റ് ആ മനുഷ്യൻ്റെ, ആ സഹോദരൻ്റെ നട്ടലയിലൊക്കെ ഞാൻ ഒന്ന് എൻ്റെ കൈ കൊണ്ടൊന്ന് തട്ടി, ഡിസ്കിനൊക്കെ തട്ടിയിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു. കുനിയാൻ പറഞ്ഞു, കുനിഞ്ഞു. കാല് ഭരിച്ചു കുടഞ്ഞു. ഞാൻ ആ കൺവെൻഷൻ ഗ്രൗണ്ടിലൂടെ ആ ചെറുപ്പക്കാരനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു. ആ നിമിഷം കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ കർത്താവിൻ്റെ സ്പർശനം, ആ നിമിഷം തന്നെ സൗഖ്യം, ഇൻസ്റ്റന്റ് ഹീലിംഗ്. പിന്നെ ഭാര്യ പറഞ്ഞു, കരയാണ് ഭാര്യ പറഞ്ഞു, എൻ്റെ ഡിസ്കിന് വയ്യ. അവരുടെ നട്ടലിന് തട്ടുകൊടുത്തു. അപ്പോൾ തന്നെ അവർ സൗഖ്യമായി. ഇന്നലെ കർത്താവ് ചെയ്ത വലിയ ഒരു പ്രവൃത്തി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഇവിടെ നട്ടല്, നടുവ്, ഡിസ്കുകൾ രോഗമുള്ളവർ, തേയ്മാനം സംഭവിച്ചവർ, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നവർ, ബെൽറ്റിട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മണിക്കൂറിൽ യേശു അവരെ തൊടാൻ പോവുകയാണ്, അവരെ സൗഖ്യമാക്കാൻ പോവുകയാണ്. കരമടിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയ ഫ്രാൻസിസ് അച്ഛന് ഡൽഹി ധ്യാന കേന്ദ്രത്തിലായിരുന്നു. അവിടെ കോവിഡിന് മുൻപ് പന്തക്കസ്തായുടെ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചിരുന്നു. വലിയ ഒരു ശുശ്രൂഷ, എനിക്കൊന്നൊരു 10,000 പേരെങ്കിലും ആ ശുശ്രൂഷ ഉണ്ടായിരുന്നു അവിടെ. ആ കൺവെൻഷനിൽ വചനം പറഞ്ഞിട്ട് ആരാധനയുടെ സമയത്ത് കർത്താവ് എനിക്ക് തന്ന ഒരു ആദ്യത്തെ ഒരു മെസ്സേജ് ആയിരുന്നു. വീൽ ചെയറിലിരിക്കുന്ന ഒരു മകളെ കർത്താവ് തൊടുന്നു, അവരുടെ ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കുന്നു. അത് പറഞ്ഞ നിമിഷം തന്നെ അവിടെ വീൽ ചെയറിൽ ഇരുന്ന ഒരു മകളുടെ നിലവിളി കേൾക്കാം. അവൾ നിലവിളിക്കുകയാണ്. അവളിലേക്ക് ദൈവശക്തി ഇറങ്ങിയിട്ട് നടക്കാൻ വയ്യാതിരുന്ന അവൾ ഓടി സ്റ്റേജിൽ വന്ന് കയറുകയാണ്. അവൾ പറയുന്നു, എനിക്ക് നടക്കാൻ വയ്യ, ഞാൻ സ്റ്റേജിലായിരുന്നു, ഒരു ശക്തി എൻ്റെ മേൽ ഇറങ്ങി, എനിക്കിപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയതാ? എനിക്ക് ക്യാൻസറാണ്. കർത്താവ് ആ നിമിഷം ആ മകളെ തൊടുകയാ. അതിൻ്റെ പിറ്റേ മാസം ഞാൻ കോട്ടയത്ത് ക്രിസ്റ്റീനിൽ നമ്മുടെ ധ്യാനം നിർത്തുമ്പോൾ താമസിച്ചുള്ള ധ്യാനത്തിന് ഭാര്യയും ഭർത്താവും വന്നു. അവിടെ സാക്ഷ്യം പറഞ്ഞു. ആ മകൾ പൂർണ്ണമായിട്ട് ക്യാൻസറിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. കരമടിച്ചു കർത്താവിനെ നിന്ന് സ്തുതിക്കട്ടെ. അതിന്റെ പിറ്റേ വർഷം ഫ്രാൻസിസ് അച്ഛൻ വിളിച്ചിട്ട് ഞാൻ ഡൽഹിയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഈ ചേച്ചി 1 വർഷം കഴിഞ്ഞ് അവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നു. പൂർണ്ണ സൗഖ്യം. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കും. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കും. നിങ്ങളുടെ രോഗം എന്തുമാവട്ടെ, ശരീരത്തിൻ്റെതോ മനസ്സിൻ്റെതോ ആത്മാവിൻ്റെതോ ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ യേശുവിന് ശക്തിയുണ്ട്. ലൂക്ക 6:19
അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികൾ എല്ലാം സൗഖ്യം പ്രാപിച്ചു. കരമെത്തി പിടിച്ചു പറഞ്ഞേ, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ചു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ചു. പുറപ്പാട് 15:24 ഒരു വാക്യത്തെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കരമെത്തി പിടിച്ചു പറഞ്ഞേ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. 3 പ്രാവശ്യം ഉച്ചത്തിൽ പറഞ്ഞേ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ കൺവെൻഷൻ പങ്കെടുക്കുന്നവർ ഇവിടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തിരിക്കുന്നവർ നട്ടലിന് പൊട്ടല് ഉണ്ടായി ഡിസ്കുകൾ പോയി ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നു, ബെൽറ്റ് ഇട്ട് വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബെൽറ്റ് ഉപയോഗിക്കുന്ന ആരെങ്കിലും, ബെൽറ്റ് ഉപയോഗിക്കാതെ നടക്കത്തില്ല, ഇരിക്കത്തില്ല, അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ എണീറ്റ് നിൽക്കാം. നട്ടലിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ബെൽറ്റ് ഇട്ട് വന്നിരിക്കുന്ന ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒന്ന് ബെൽറ്റ് ഫുള്ളായിട്ടാകാം, അല്ലെ നടുവിന് മാത്രമായിട്ടാകാം, ബെൽറ്റ് ഉപയോഗിക്കുന്നു, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റൊന്ന് കരവീശി കാണിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നവർ, ബെൽറ്റ് ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നടക്കാൻ പ്രയാസമുണ്ടല്ലേ, കേരളത്തെ യേശുവിന്റെ നാമത്തിൽ. ബെൽറ്റ് ഇപ്പോൾ ഉണ്ടോ? അഴിച്ച്. ചേച്ചിയുടെ പേരെന്താ? എവിടുന്ന് വരുന്നു? മാരാങ്കോട്. യേശു സൗഖ്യം തരുന്ന വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഈ ഡിസ്ക് നട്ടലിന് എന്ത് പറ്റുക? ഇത് ബെൽറ്റ് ഉപയോഗിക്കുന്ന ആളാണ്, ബെൽറ്റ് ഉണ്ട്. ആ പറഞ്ഞു. ക്യാൻസറാണ് നട്ടലിന്. ഓപ്പറേഷൻ കഴിഞ്ഞു. വേദന ഇരിക്കാൻ പറ്റണല്ലേ, കിടന്ന ധ്യാനം കൂടണ. കാലിന് 2 മുട്ടും വേദനയാണ്, കാലിന് കീഴ്പോട്ടേക്ക് വേദനയാണ്. ഞാൻ ഈ കാലിൽ ചവിട്ടുകയാണ്. വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? യേശുവെ നന്ദി, യേശുവെ സ്തുതി, ആമേൻ. തിരിഞ്ഞുന്ന് ഞാൻ ഈ നട്ടലിൽ എൻ്റെ കയ്യിൽ നിന്ന് വെക്കുകയാണ്. കർത്താവിനെ ഒന്ന് സ്തുതിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 19:36 അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടത്തില്ല. ദൈവശക്തി കടന്നു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നട്ടലിലെ ക്യാൻസർ സൗഖ്യമാവട്ടെ. Be healed in the name of Jesus. യേശുവിന്റെ നാമത്തിൽ വലിച്ചു കൊടുത്ത കാല് തുഴിച്ച് നടുവിളകട്ടെ. മറ്റേ കാല് ഈ സ്റ്റേഡിയം കൂടെ നടന്ന് കാല് പിടിച്ച് നടന്ന് യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. നടന്നു, കാലപ്പിച്ചു നടന്നു, അങ്ങോട്ട് നടന്നിട്ട് വാ, അവിടെ വരെ പോയിട്ട് വാ. വേഗം നടന്ന്, നല്ല സ്പീഡില്, വീഴത്തില്ല. യേശു തൊട്ട് കഴിഞ്ഞു. നടന്നു, നടന്നു പോലെ ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കേ. വേദനയില്ല, വേദനയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഇവിടെയുണ്ട്, യേശു ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ അത്ഭുതങ്ങൾ നടക്കും. 2000 വർഷം മുൻപ് കാൽവരി കുരിശിൽ മരിച്ചവൻ, അവന്റെ മുറിവിൽ നമുക്ക് സൗഖ്യം അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആര് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് സൗഖ്യം ഉറപ്പാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നട്ടലിൽ കമ്പിയുണ്ടല്ലേ, കമ്പിയുണ്ട്, അതുകൊണ്ടാണ് കുനിയത്തില്ലാത്ത. ഒന്ന് തിരിയാൻ പറ്റുമോ? തിരിച്ച് തിരിയാൻ പറ്റും. മിടിക്കായിട്ട് പൊക്കോ. ഇനി ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. വിട്ടോ, വിട്ടോ. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്ത് പറ്റിയ? ഈ മാസ്ക് ഒന്ന് എടുക്കാവോ? ചേട്ടൻ മുഖം നന്നായിട്ട് കാണാൻ വേണ്ടിയാ. എന്താ പേരെന്താ? നല്ല മുഖമാണല്ലോ. ജോസഫ് ചാക്കോ. എവിടെ വീട്? വീട് പെരുമ്പാവൂരാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എന്തിനാ കോളർ വെച്ചിരിക്കുന്നത്? C1 C2 C3 C4 ബൾജിങ്. ഇത് ഈ കോളർ തിരിച്ചു കൊണ്ടുപോകണോ? എങ്ങനെ? ഈ കോളറിനെ തിരിച്ചു കൊണ്ടുപോകണം വീട്ടിൽ? വേണമെന്നില്ല, വേണമെന്നില്ല. ബെൽറ്റ് ഉണ്ടോ? നടുവിന് പ്രശ്നം. അടിച്ചോ. L1 L2 L3 L4 മൊത്തം പോയിട്ടിരിക്കുക. അടിച്ചോ. ഇതേ ബെൽറ്റ് ഉണ്ട് കേട്ടോ. കോളർ അടിച്ച് അഴിച്ചോ ചേട്ടാ. യേശു ഇവിടെ ഉണ്ട്, അവിടെ സൗഖ്യം നടക്കും. ഹല്ലേലൂയ. വിശ്വാസം തീർച്ചയായിട്ടും. തിരിഞ്ഞു
അങ്ങനെയൊന്നു ഞാൻ ഈ നട്ടലിലൊക്കെ തൊടുക. ഒന്ന് കരമുയർത്തി ചേട്ടൻ ഇവിടെ നിന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അധികാരം നിനക്ക് കൽപ്പിക്കുന്നു. എസെക്കിയേൽ പ്രവാചകൻ അസ്ഥികൾ പ്രസംഗിച്ചപ്പോൾ അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിടാ ശബ്ദം കേട്ടു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അത്ഭുത നാമത്തിൽ ഡിസ്കുകൾ യഥാസ്ഥാനത്താവട്ടെ, നട്ടലുകൾ യഥാസ്ഥാനപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാവട്ടെ. കടുത്തിരിക്കട്ടെ. രണ്ട് സ്ഥലത്തേക്ക് തിരിച്ചോ, പെട്ടെന്ന് തിരിച്ചോ, വേഗം വേഗം. തിരിക്കട്ടെ. മിടുക്കനായല്ലോ. മുന്നോട്ട് വെച്ചേ, പുറകോട്ട് വെച്ചേ, ധൈര്യമായിട്ട് ചെയ്തോ. പുറകോട്ട് കടുത്ത് വെച്ചേ. മുന്നോട്ട് മുന്നോട്ട്. ഇനി നട്ടൽ തിരിച്ച് നല്ലതായിട്ട് തിരിട്ടെ, നല്ല ബലത്തെ കൂടി തിരിച്ചേ നട്ടല്. ഇനി ഒന്ന് കുനിഞ്ഞോ, മൊത്തത്തിൽ ഒന്ന് കുനിഞ്ഞേ, മൊത്തത്തില. മേൻ കുനിയട്ടെ. നിവർന്നേ. ഇനി നടന്ന് കാണിച്ചേ, കാലൊക്കെ ഉറപ്പിച്ചു നടന്നേ. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചു വാ, നല്ല സ്പീഡിൽ വാ. കാലൊക്കെ ഒന്ന് വലിച്ചു തൊഴിച്ചു കാണിച്ച കാലൊക്കെ നടുവൊക്കെ നിലകട്ടെ. നീ നട്ടല് നമ്മൾ തിരിയട്ടെ, നന്നായിട്ട് തിരിയട്ടെ. ഹല്ലേലൂയ. സന്തോഷമായോ? സന്തോഷമായി. ഇപ്പൊ വേദന ഉണ്ടോ? വേദന ഇല്ല, പക്ഷേ ഒരു വലിച്ചിലുണ്ട് ഇവിടെ. വലിച്ചില്, ഞരമ്പിന്റെ വലിച്ചില്. എവിടാണ് ഞരമ്പിന്റെ വലിച്ചില്? അതൊക്കെ ഇപ്പൊ കർത്താവ് മാറ്റൂല്ലോ. ഹല്ലേലൂയ. നട്ടല് സൗഖ്യമാക്കാനാണ് ഞരമ്പിന്റെ കാര്യം. ആ കയ്യിൽ നിന്ന് വലിച്ചു കൊടുഞ്ഞു ഇവിടൊക്കെ നിലകട്ടെ. കൈ ഒന്ന് വട്ടമൊക്കെ ഒന്ന് കറക്കിക്കേ. ഇനി ഇതിന്റെ ആവശ്യമില്ല, വിട്ടോ. സന്തോഷമായിട്ട് വെക്കോ. ഹല്ലേലൂയ. കരമിടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ഇനി കോളറോ ബെൽറ്റോ ഇട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്റ്റേജിലേക്ക് പോരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പറയട്ടെ, വലത് ഇടത് ഷോൾഡറുകള് ഡിസ്ലൊക്കേഷൻ ആയി പോവുക, ഊരിപ്പോവുക. ആ പ്രയാസമുണ്ട്. ഓപ്പറേഷൻ പറഞ്ഞ് സ്ക്രൂ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റ് നിൽക്കാം. വലത് ഇടത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയി പോകുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലത് ഇടത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയി പോകുന്നു, ഊരിപ്പോകുന്നു, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ അങ്ങനെയുള്ള ആളാണോ? ആണ്. കയറുവാ മോനെ. എന്തു പറ്റി? എത്ര വർഷമായി? 1 വർഷം. പേരെന്താ? ഷീബ. കർത്താവ് സൗഖ്യം തരുന്ന വിശ്വാസമുണ്ടോ? കോളർ എടുത്തേ, കോളർ അടിച്ചു. ഞാൻ ഈ കോളറിൽ ഇവിടെ തട്ട് കാണും കേട്ടോ, കുഴപ്പമില്ലല്ലോ. കർത്താവിനെ സ്തുതിച്ച് യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവിന്റെ നാമത്തില് നടുവ് നട്ടല് ഡിസ്കുകൾ യഥാസ്ഥാനപ്പെടട്ടെ. In the name of Jesus, be healed. The name of Jesus. യേശുവിന്റെ നാമത്തില് സൗഖ്യമാവട്ടെ. തിരിച്ചോ, തിരിച്ചോ, നന്നായിട്ട് തിരിക്കട്ടെ. നന്നായിട്ട് തിരിച്ച്, ശരീരം തിരിക്കട്ടെ, കഴുത്ത് മാത്രം. ഇപ്പുറത്തോട്ട് മുന്നോട്ട് വെച്ച്, പുറകോട്ട് വെച്ച്, മുന്നോട്ട് വെച്ച്, പുറകോട്ട് വെച്ച്. ഇപ്പൊ വേദനയുണ്ടോ? കുറച്ചുണ്ട്, അതോടെ പോണം. കുറച്ച് എവിടെ വേദന? തിരിക്കുമ്പോൾ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. തിരിക്കട്ടെ, ധൈര്യത്തോടെ ചെയ്തു ചേച്ചി. തിരിച്ചോ, മുന്നോട്ട് നാട്ടും വെച്ച്. ഇപ്പൊ വേദനയുണ്ടോ? മോന്റെ പേരെന്താ? ജോയൽ. ജോഹാൻ. മോൻ എന്തെടുക്കുന്നു? എഞ്ചിനീയറിംഗ് 3ാം കൊല്ലം. എഞ്ചിനീയറിംഗ് 3ാം കൊല്ലം. മോന്റെ വീട് എവിടെയാ? എന്റെ വീട് ചാലക്കുടി മാളഭാഗത്ത്. മോന്റെ ഏത് ഷോട്ടാ ഊരി പോന്നെ? രണ്ടിനും പ്രശ്നമുണ്ട്. രണ്ടിനും പ്രശ്നമാണ്. എത്ര വർഷമായി? ഞാൻ +1 ആദ്യം ഷോൾഡർ തെറ്റുന്നത്. അതെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരാറുണ്ട്. തെന്നിപ്പോകുമ്പോൾ ആശുപത്രി പോവോ? ഷോൾഡർ 1-2 പ്രാവശ്യം ആശുപത്രിയിൽ പോയി. പിന്നെ ഞാൻ തന്നെ തിരിച്ചിടാറ് പതിവ്. അതെ. ഈ ഷോൾഡർ ഊരിപ്പോയാൽ, ഡിസ്ലൊക്കേഷൻ ആയാൽ അതികഠിനമായ വേദനയാണ്. ഇതിന് ഒറ്റ വഴിയുള്ളൂ, ഓപ്പറേഷൻ ചെയ്ത് സ്ക്രൂ ഇടുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയുമില്ല വൈദ്യശാസ്ത്രത്തിന്. മോന് വിശ്വാസമുണ്ടോ?
വിശ്വാസമുണ്ട്. വളരെയധികം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും. മോൻ ഇവിടുന്ന് സൗഖ്യം പ്രാപിച്ചേ പോളൂ. ഇടത്തെ കൈ കാണിച്ച് എൻ്റെ കണ്ണിലേക്ക് നോക്കി. യേശുവിൻ്റെ നാമത്തിൽ ഇടത്തെ ഷോൾഡർ ഇനി ഊരത്തില്ല. വലത്തെ കൈ കാണിച്ച് ഞാൻ നോക്കി. യേശുവിൻ്റെ നാമത്തിൽ വലത്തെ ഷോൾഡർ ഇനി ഊരത്തില്ല. കൈ കറക്കിക്കോ, ധൈര്യമായിട്ട് കറക്കട്ടെ, തിരിച്ചു കറക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തോത്രം. ഈ ഷോൾഡർ ഇനി ഊരത്തില്ല. ഇത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഗ്യാരണ്ടിയാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നേരത്തെ മോന് നിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്ന കരയാൻ തോന്നുവാണോ? ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ സ്നേഹമാണ്. മുമ്പ് നേരത്തെ കൈ പൊക്കുമ്പോഴും കാര്യങ്ങളൊക്കെ കൈയൊരു വേദന ഉണ്ടായിരുന്നു. ഇപ്പോ തോന്നുന്നില്ല. ഇല്ല. ഒന്നുകൂടെ കറക്കിക്കേ, തിരിച്ചു കറക്കിക്കേ, ഒന്നിടത്തേക്ക്. ഇനി ആ ഷോൾഡർ ഒന്ന് വലിച്ചിടിച്ചേ. ഊരത്തില്ല മോനെ, ഈ ഷോൾഡറിന് ഊരത്തില്ല. കർത്താവെ അനുഗ്രഹിക്കുന്നു, നന്ദി പറയുന്നു ദൈവത്തിന്. ഒന്ന് കരമടിച്ച് നല്ലൊരു കൈയ്യടി കർത്താവിന് കൊടുത്തേ. വിശ്വാസമുണ്ടോ? ചേച്ചിയുടെ പേരെന്താ? റിൻസെ. ഊരിക്കേ. ഞാൻ ഈ കഴുത്തിലും തട്ടുക. എവിടെ വീട്? സ്തുതിച്ചു. യേശുവിന്റെ നാമത്തിൽ ഡിസ്കുകൾ യഥാസ്ഥാനത്താവട്ടെ. ദൈവശക്തി കടന്നു പോവട്ടെ. നെയിം ഓഫ് ജീസസ്. കഴുത്ത് തിരിക്കട്ടെ. തിരിച്ചു. മുൻപോട്ടും പുറകോട്ടും വെച്ച്, മുന്നോട്ട് വെച്ച്, പുറകോട്ട് വെച്ച്, മുന്നോട്ട് വെച്ച്, പുറകോട്ട് വെച്ച്. കൈയടിച്ച കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുനാമത്തിലെ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്ത് പറയുന്നു? ചെറുതായിട്ടൊരു വേദന മാത്രം. ചെറുതായിട്ടൊരു വേദന. ഓ, ചെറിയ വേദന. ആമേൻ. കടുത്തിരിച്ച്. ഇപ്പൊ വേദനയുണ്ടോ? കാര്യമായിട്ട് വേദന ഇല്ല. ഇല്ല. സന്തോഷമായോ? സന്തോഷം. ആരാ സൗഖ്യം തന്നത്? ഈശോ. വിട്ടു. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ആമേൻ. അമ്മച്ചിക്ക് എന്നാ പറ്റുക? പേരെന്താ? സെലീന. സെലീന. എന്ത് പറ്റി അമ്മച്ചിക്ക്? കഴുത്തിൽ ചതുപ്പടി വേദന തുടങ്ങിയ കുറെ കൊല്ലം. കഴുത്തിന് ചതവിട്ടതാണോ? എങ്ങനെ വീണതാണോ? അല്ല, അടി കിട്ടിയതാ. ആരടിച്ച അമ്മച്ചിക്കിട്ട്? ആരെങ്കിലും ആട്ടെ. കോളർ അടിച്ച അമ്മച്ചി. തലയ്ക്കും വേദനയുണ്ട്. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ അമ്മയുടെ തലയ്ക്കേറ്റ ക്ഷതം സൗഖ്യമാവട്ടെ. തലയുടെ വേദന വിട്ടുമാറട്ടെ. കഴുത്തിന് പൂർണ്ണ സൗഖ്യം ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശു നന്ദി. ആമേൻ. അമ്മച്ചി കഴുത്തൊക്കെ തിരിച്ച്. ധൈര്യത്തോടെ തിരിച്ചോ. ചെറിയ വേദനയുണ്ട്, അത് സാരമില്ല. മുന്നോട്ട് വെച്ചേ, പുറകോട്ട് വെച്ചേ. ധൈര്യത്തോടെ ചെയ്തോ അമ്മച്ചി. തിരിക്കാൻ പറ്റി ധൈര്യമായിട്ട്. വിശ്വാസത്തോടെ തിരിച്ചോ. മതിയോ? മതി. മതി. എന്നാ വിട്ടോ. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. എന്താണ്? കഴുത്തിന് തേയ്മാനം. എടുത്തോ, അഴിച്ചോ, അഴിച്ചോ. കഴുത്തിന് തേയ്മാനം. കൈയുയർത്തി സ്തുതിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ അമ്മച്ചിയുടെ കഴുത്തിന് തേയ്മാനം വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. ആമേൻ. ഹല്ലേലൂയ. അമ്മച്ചി കഴുത്ത് തിരിച്ച്. കണ്ണു തുറക്ക, കണ്ണു തുറക്ക. കഴുത്തൊക്കെ തിരിച്ച്. മുന്നോട്ട് പുറകോട്ട് വെച്ച്. പുറകോട്ട് വെച്ച്. കഴുത്ത് തിരിക്കേ. സന്തോഷമായോ? അവിടെ വേദന ഉണ്ട്. ഓ, ഇവിടുത്തെ വേദന എന്തൊരു വേദന ഇത്. കഴുത്ത് തിരിച്ച്. പറ്റുന്നുണ്ടോ? അമ്മച്ചി വിട്ടോ. ഇനി ഇതിന് ആവശ്യമില്ല. എന്ത് പറ്റുക? ഇവിടെ എല്ല് പൊട്ടി, ഇവിടെ കൈ തളർന്നു പോയി. ഈ ഒരു സൈഡ് തളർന്ന. നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ, പ്രാർത്ഥിക്കാം. സ്തുതിച്ചു അമ്മച്ചി, സ്തുതിച്ച്. യേശുവേ നന്ദി. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ അമ്മയുടെ ഇടത് കാല് ബലപ്പെടട്ടെ. ദൈവശക്തി കാലുകളെ വ്യാപരിക്കട്ടെ. ഇടത് കൈ ബലമാവട്ടെ. നടുവ് നട്ടലുമൊക്കെ ദൈവശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നടുവ് ബലപ്പെടട്ടെ. വിശ്വാസമുണ്ടോ? മറിക്കേ, പിടിവിട്ടെ. ഉറച്ചു നിന്നേ, ഉറച്ചു നിന്നേ. കാലെടുത്ത് വെച്ചേ. പിടിക്കരുത്, പിടിക്കരുത് അമ്മച്ചി. കാലെടുത്ത് വെച്ചേ, എടുത്തു വെച്ചേ, എടുത്തു വെച്ചേ. യേശുവിന്റെ നാമത്തിൽ പിടിക്കണ്ട, പിടിക്കണ്ട. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കാലുബലം കിട്ടുന്നുണ്ടോ?
ഉവ്വ. ഈ അമ്മച്ചിയുടെ ഇടത് കാലിന് ബലം കിട്ടുന്നുണ്ട്. കരമിടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ജീവിക്കുന്ന ദൈവമേ, കാലെടുത്ത് വെച്ച് യേശുവേ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുനാമത്തിലെ കാലെടുത്ത് വെച്ചു, ധൈര്യമായിട്ട് വെച്ചു. കരമുയർത്തി ഇവർക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ മകളുടെ ഇടത് കാല് ബലപ്പെടട്ടെ, പൂർണ്ണ സൗഖ്യമാവട്ടെ. നെയിം ഓഫ് ജീസസ്. പേരെന്താ? ജേക്കബ്. എത്ര വർഷം ഊരി പോകും? 35 വർഷം. ഈശോ 35 വർഷമായിട്ട് ഈ ചേട്ടന്റെ ഇടത്തെ ഷോട്ട് വിടുന്ന. ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ? ഇത് എല്ലിൽ ഒന്നും ചെയ്തല്ല. ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ഇല്ല, ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞോ ഡോക്ടർ? ഡോക്ടർ പറഞ്ഞു ലാസ്റ്റിന് അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടന് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. 35 വർഷമായിട്ട് ഈ ഇടത്തെ ഷോട്ട് ഊരുന്നതാണ്. കയ്യിൽ നിന്ന് കാണിച്ച് എന്നെ നോക്കി. യേശുവിന്റെ നാമത്തിൽ ഇടത്തേക്ക് ഷോൾഡർ ഇനി ഊരത്തില്ല. കറക്കിക്കോ, കറക്കിക്കോ, കറക്ക, കറക്കിക്കോ, അങ്ങോട്ടും സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സൗഖ്യം ഉണ്ടാവട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ യേശു നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഞൊട്ട പോലെ വെക്കോ. ഇനി ഒരു ഞൊട്ട ഉണ്ടാവത്തില്ല. കൈ പൊക്കിക്ക്. ഒന്നും ഈ ഷോട്ട് ഇളകുന്ന പോലെ ഒന്ന് വലിച്ചിടിച്ചേ, ആഞ്ഞിടിച്ചേ. ആ, സന്തോഷമായില്ലേ? കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ ഷോട്ട് ഊരത്തില്ല. അമ്മച്ചിയുടെ പേരെന്താ? ബൈജു. എന്ത് പറ്റിയത്? സ്കൂട്ടർമ ഭർത്താവിനോടൊപ്പം പോയി ഇതിന് തിരിച്ചു കൊണ്ടുപോകണോ? ഇതിന് തിരിച്ചു കൊണ്ടുപോകണോ? നിക്കമ്മച്ചി, ഇത് തിരിച്ചു കൊണ്ടുപോകണോ? വേണോ? വേണ്ട, എന്നാ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ അമ്മയുടെ ഈ ഡിസ്കുകൾ പൊട്ടിയ ഡിസ്ക്, ഈ അമ്മ പറയുന്നത് ഈ ഡിസ്ക് പൊട്ടിയെന്നാണ് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ പൊട്ടിയ ഡിസ്കുകൾ യഥാസ്ഥാനത്താവട്ടെ. കർത്താവിന്റെ അത്ഭുത ശക്തി കടന്നു പോവട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. ആമേൻ. കഴുത്ത് തിരിച്ചോ, തിരിച്ച കഴുത്ത്. തിരികെ കഴുത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് വെച്ച്, മുന്നോട്ട് 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 കുനിച്ച്, പുറകോട്ട് മുന്നോട്ട് പുറകോട്ട്. ഇപ്പൊ വേദന ഉണ്ടോ? വലിയ വേദനയില്ല. വീണ് കഴുത്തലെ അസ്ഥി പൊട്ടിയതല്ലേ? 4 അസ്ഥി പൊട്ടി. 4 അസ്ഥി പൊട്ടിയതാ. ഇപ്പൊ വേദനയില്ല, കഴുത്തുന്നിരിക്കാൻ. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കഴുത്ത് കുലുങ്ങരുത്, ഇത് വെച്ചോണ്ട് യാത്ര ചെയ്യാവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ചേച്ചി സമാധാനമായിട്ട് വെക്കോ കേട്ടോ, വിട്ടോ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇനി വലത് ഇടത് ഷോട്ടുകൾ ഊരിപ്പോകുന്നവർ, ഇനി അതുപോലെ തന്നെ കാൽ മുട്ടുകൾ ഡിസ്ലൊക്കേഷൻ ആയി പോകുന്നവർ, അത് ചിലപ്പം ഈ പന്ത് കളിക്കുന്ന കുട്ടികളെ ചെറുപ്പക്കാർക്കൊക്കെയാണ് പലപ്പോഴും കാൽമുട്ട് തന്നെ വീണു പോകും. ഓടുമ്പോൾ, ചാടുമ്പോൾ, അല്ലെങ്കിൽ പന്ത് കളിക്കുമ്പോൾ. അങ്ങനെ കാൽമുട്ട് ഡിസ്ലൊക്കേഷൻ ആകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരാം. ഇപ്പോൾ സൗഖ്യമാണ്, ഈ നിമിഷം സൗഖ്യമാണ്. യേശു ഇവിടെ ഉണ്ട്. പേരെന്താ ചേച്ചിയുടെ? ആഗ്നസ്. ഈ ചേച്ചിയുടെ പേര് ആഗ്നസ്. ഇടത് ഷോൾഡർ ഊരിപ്പോകുമെന്നാണ് പറയുന്നത്. എത്ര വർഷമായി? 2 കൊല്ലമായി. 2 കൊല്ലമായി. ഇല്ല, അപ്പൊ എന്നും ഓർക്കും ഇത് മാറിപ്പോയെങ്കിൽ ദൈവത്തെ കൈ ഉയർത്തി. ഓക്കെ, കൈ പൊക്കറ്റ് ഊരിപ്പോകും അല്ലേ? വിശ്വാസമുണ്ടോ യേശു സൗഖ്യം തരുമെന്ന്? ഉണ്ട്, വിശ്വാസമുണ്ട്. ഞാൻ ആ കയ്യിൽ നിന്ന് പിടിക്കുക, എന്നെ നോക്കി എൻ്റെ കണ്ണിലേക്ക്. യേശുവിൻ്റെ നാമത്തിൽ ഈ കൈയുടെ ഷോൾഡർ, ഇടത് ഷോൾഡർ ഇനി ഊരത്തില്ല. കറക്കിക്കോ. ശക്തിയോടെ സ്തുതിച്ച് യേശു നാമത്തില് ഷോൾഡർ ഇളകട്ടെ. ഇളക്കിക്കോ. ഇളകത്തില്ല ചേച്ചി, വിട്ടോ. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. എന്താണ്? സംഭവിച്ചിട്ടുണ്ട്. ഏത് മുട്ടാണ് തിന്നി വീഴുന്നത്? വലത് കാൽമുട്ട്. വിശ്വാസമുണ്ടോ? യേശു സൗഖ്യം തരുവോ? സൗഖ്യം തരും. മോടെ പേരെന്താ? 1 വർഷമായിട്ട് മുട്ടു തിന്നി പോവും. ഇടയ്ക്കിടയ്ക്ക് മുട്ടു തിന്നി പോവും. +2 തൊട്ട് മുട്ടു തിന്നി പോകുന്ന. ഞാൻ ആ കാലിന് ചവിട്ടുക. എന്നെ നോക്കിയേ. യേശുവിന്റെ നാമത്തിൽ ഈ കാൽമുട്ടിനി തന്നത്തില്ല. വലിച്ചു കുടഞ്ഞു. വലിച്ചു മടക്കി തൊഴിച്ചേ, മടക്കി തൊഴിച്ചേ. ഇനി ഒന്ന് വട്ടം കറക്കിക്കേ കാൽമുട്ട്. ഇനി ഈ കാൽമുട്ട് തെന്നിക്കാൻ വേണ്ടി തെന്നിച്ചേ. തെന്നിക്കാൻ വേണ്ടി ഈ സൈഡിലേക്ക് തെറ്റിച്ചേ. തെന്നത്തില്ല മോളെ, ധൈര്യമായിട്ട് അങ്ങോട്ട് ഇപ്പുറത്ത്. മതിയോ?
മതി, സന്തോഷം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിട്ടോ വിട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ എന്താണ് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഏത് കാൽമുട്ടത്തിൽ നിന്ന്? 2 കാൽമുട്ട് തന്നെ. പേരെന്താ? സൗമ്യ. എത്ര വർഷമായിട്ട് കാൽമുട്ട് തന്നും? എൻ്റെ കോളേജിലായിരുന്നപ്പോൾ ഫുട്ബോൾ കളിച്ചിരുന്നപ്പോൾ തെന്നിയതാ. 2014 അടുത്തായിട്ട്. കുറേ വർഷമായിട്ട് തെന്നിപ്പോന്ന വിശ്വാസമുണ്ടോ? ഇനി വിശ്വാസം ഇല്ലെങ്കിലും ഇപ്പൊ സൗഖ്യ. ഞാൻ ഈ കാലെ ചവിട്ടുക യേശുവിന്റെ നാമത്തിൽ. ഈ കാൽമുട്ട് രണ്ടും യഥാസ്ഥാനപ്പെടുത്തെ വലിച്ചു കൊടുന്നേ, യേശുവേ, വലിച്ചു കൊടുന്നു യേശുവേ, ശക്തമായിട്ട്. യേശുവേ, യേശുവേ. ഒന്ന് വട്ടം സ്തുതിക്കട്ടെ, കറക്കിക്കേ. സ്തുതിക്കട്ടെ. വട്ടം കറക്കിക്കേ. എല്ലാവരും സ്തുതിച്ചേ, വട്ടം കറക്കിക്കേ. ശക്തിയോടെ സ്തുതിച്ചേ, കരമുയർത്തി സ്തുതിച്ചേ, സ്വരമുയർത്തി സ്തുതിച്ചേ, യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ചേ. സൗഖ്യങ്ങളുണ്ട് അവിടുന്ന്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. എന്തിനാ കരയുന്നത്? കുറേ വർഷമായി ഉണ്ടായി. പിന്നെ ഇപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ പ്രഗ്നൻസിയുടെ സമയത്ത് ഒരു പേടി ഉണ്ടായിരുന്നു. അതായത് ഇനിയും അത് പെടഞ്ഞു ഇനി ഊരത്തില്ല കേട്ടോ. സന്തോഷായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. യേശുവേ നന്ദി. ഇവിടെ സൗഖ്യം നൽകുന്നത്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് യേശുവാണ്. ഞാൻ ഒരു ഉപകരണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ചെയ്യുന്ന യേശു. എന്താ പേര്? ജെയ്മി. ജെയ്മി. ജെയ്മി എവിടുന്ന് വരുന്നു? പോട്ട. പോട്ട. എന്തു പറ്റി? ആക്സിഡന്റിൽ മുട്ട് തന്നുണ്ട്. സർജറി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പെയിൻ. ഈ മകളുടെ അപകടത്തിൽ ഇടത് കാൽമുട്ട് തിന്നുന്നതാണ്. സർജറി നടത്തിയതാണ്. എന്നിട്ടും ഈ കാൽമുട്ട് തിന്നും. ഇടതുകാലല്ലേ? ഇടതുകാലം. വിശ്വാസമുണ്ടോ? എന്തിനാ കരയുന്നത്? കുറെ കാലമായി, 1 വർഷമായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് കുർബാനയ്ക്കൊന്ന് മുട്ടുത്താനോ വളയാനോ പറ്റി. നട്ടെല്ലിന് ഡിസ്കിന് പ്രോബ്ലം ഉണ്ട്, കഴുത്തിന് തേയ്മാനം. തിരിഞ്ഞു യേശു നന്ദി. യേശുവിന്റെ നാമത്തിൽ നട്ടല് ഡിസ്കുകൾ യഥാസ്ഥാനത്താവട്ടെ. കഥാവി സ്പർശിക്കണമേ. ആമേൻ. ഇവിടെ നോക്കിക്കേ, എന്റെ കണ്ണിലേക്ക് നോക്കിക്കേ. ഇടതുകാലല്ലേ? ഇങ്ങോട്ട് തിരിച്ചു. ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ. യേശുവിന്റെ നാമത്തിൽ ഇടത് കാൽമുട്ട് ഇനി ഊരത്തില്ല. വലിച്ചു കൊടുന്നു. ശക്തമായിട്ട് വലിച്ചു കൊടുക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശു നാമത്തെ വിളിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ. ഈ കാൽമുട്ട് തെന്നിക്കാൻ വേണ്ടി തെറ്റിച്ചേ. അങ്ങോട്ട് തെറ്റിച്ചേ, ഇങ്ങോട്ട് തെറ്റിക്കുക. അങ്ങോട്ടാ തെന്നട്ടെ. തെന്നത്തില്ല. ഇപ്പുറത്തോട്ട് തെറ്റിച്ചേ. ബലം കൊടുത്ത്, ബലം എടുത്ത്. മുട്ട് തെന്നുന്നുണ്ടോ? മുട്ടുകുത്തുന്നേ. കരമിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷമായോ? ആരാ സൗഖ്യം നൽകിയത്? യേശുവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ ടീമുകൾ 3 പേരുടെ മുറിയിൽ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുമ്പോൾ ഞാനിങ്ങനെ എനിക്കൊരു ആത്മാവിൽ പ്രേരണ കർത്താവ് തന്നു. ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ ഹീലിംഗ് പ്രേയർ നടത്താനായിട്ട് എനിക്കൊരു മെസ്സേജ് നൽകി. അപ്പോൾ ഞാനിവരോട് ഷെയർ ചെയ്തു. കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ചുമാത്തി അച്ഛൻ മുറിലേക്ക് കയറി വന്നു. മുറിലേക്ക് ഞങ്ങൾ നേരത്തെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒത്തിരി വചനം എല്ലാവരും കേട്ടതാണ്. സാബു ബ്രദർ കയറിയാൽ ഉടനെ തന്നെ ഹീലിംഗ് പ്രേയർ ആരംഭിച്ചു. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര കൃത്യമാണ്. എൻ്റെ ഉള്ളിൽ ആത്മാവ് പറഞ്ഞതും അച്ഛൻ വന്ന് എന്നോട് പറയുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ ശുശ്രൂഷകളെ നയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമൂഹത്തിൽ നടുവിന് വേദനയുള്ള മുഴുവൻ പേരും എഴുന്നേറ്റു. നടുവ് നട്ടല്ല പ്രയാസമുള്ള മുഴുവൻ പേരും എഴുന്നേറ്റിരിക്കട്ടെ. ഈ കൺവെൻഷൻ പങ്കെടുക്കുന്നവരും ഓൺലൈനിൽ ഇത് പങ്കെടുക്കുന്ന മുഴുവൻ പേരും നടുവ് നട്ടല് പ്രയാസമുള്ളവർ. യേശു നിങ്ങളെ മുഴുവൻ പേരെ തൊടും. അവൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. 100 കണക്കിന് ആളുകൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാനായിട്ട് പോവുക. അവൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ലാസറിനെ ഉയർപ്പിച്ച അതേ ദൈവശക്തി നിങ്ങളിലൂടെ കടന്നു പോകാൻ പോവുക. ഹല്ലേലൂയ. നിങ്ങളുടെ വലതുകരം ഇങ്ങനെ പുറകിലേക്ക് വെച്ച്, നടുവിന് വെച്ച്, നടുവിൻ്റെ ഭാഗത്തേക്ക് കൈ പുറകോട്ടെടുത്തെന്ന് വെച്ച്. അതിന് പറ്റാത്തവർ അടുത്തിരിക്കുന്ന ഒരാളിനോട് നിങ്ങളുടെ നടുവിന് കൈവെക്കാൻ പറഞ്ഞു. കൈ പുറകിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ഒരാൾ നടുവിന് കൈവച്ചോളാൻ പറ. നീ ശക്തമായിട്ട് സ്തുതിക്കട്ടെ എല്ലാവരും. യേശുവിന്റെ അധികാര നാമത്തിൽ കൽപ്പിക്കുന്നു. നടുവ് നട്ടല് ഡിസ്കുകള് യഥാസ്ഥാനപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ കാലുകൾ ബലം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നട്ടല് യഥാസ്ഥാനപ്പെടട്ടെ. ദൈവശക്തികൾ അനുഭവട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. In the name of Jesus.
name of Jesus. Hallelujah. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. Hallelujah. ഹല്ലേലൂയ. ഈ എണീറ്റ് നിന്നവരിൽ ബൈക്ക് അല്ലെ സ്കൂട്ടർ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇടിച്ചോ അല്ല വീണ് നടുവിന് ക്ഷതം പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. അങ്ങനെ കർത്താവ് ഒരു മെസ്സേജ് നൽകുന്നു. ഒന്ന് കൈവീശി കാണിച്ചേ. നടുവിന് വീഴ്ചയിൽ ബൈക്ക് സ്കൂട്ടർ ഒന്ന് കൈയെടുത്ത് പിടിച്ച് 1 2 3 4 5 6 7 8 9 10 11 12 13 ഏകദേശം 10-14 പേരെ എനിക്ക് കാണാം. ആ വീഴ്ചയിലേറ്റ ക്ഷതം കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുന്നു. നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഈ എണീറ്റ് വന്ന മുഴുവൻ പേരെയും യേശു തൊട്ട് കഴിഞ്ഞിരിക്കുക. നിങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുത്തോ. വിശ്വാസത്തിൽ ഏറ്റെടുക്കുക. യേശുവിനെ തൊട്ടു. യേശുവിനെ തൊട്ടു. ഇനി വിശ്വാസത്തില് നന്ദി പറയുക. യേശു എന്നെ തൊട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ നന്ദി.